ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. അതിലാദ്യം ഗതിവിധി. അതിൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിക്കാം. കിസി താലാബ് മേം ഏക്ക് മേഡക് രഹതാ താ. ഒരു കുളത്തിൽ ഒരു മേഡക് എന്ന് വെച്ചാൽ അവിടെ മീനിങ് തന്നിട്ടില്ല. മേഡക് എന്ന് വെച്ചാൽ തവളയാണ്. രഹതാ താ. ഉസ്കെ ദാന്ത് ഹമേഷ ഗന്ദേ ഔർ കാലേ രഹതേ ഥേ. അതിൻ്റെ പല്ല് എപ്പോഴും വൃത്തിയില്ലാത്തതും പിന്നെ എന്താണ് കാലേ കറുത്ത കളറുമായിരുന്നു. വഹ് മഖിയ ബഹുത് ഖാതാ ഥാ ഷായദ് ഇസ്ലിയെ. അത് നിറയെ മഖിയ അവിടെ മീനിങ് തന്നിട്ടുണ്ട്, ഈച്ചകൾ, നിറയെ ഈച്ചകൾ കഴിക്കുമായിരുന്നു, അതുകൊണ്ടായിരിക്കാം അതിൻ്റെ പല്ല് എപ്പോഴും കറുത്ത് വൃത്തിയില്ലാതിരുന്നത്. വഹ് ചോക്ലേറ്റ് ബി ഖാതാ ഥാ. അത് ചോക്ലേറ്റും കഴിക്കുമായിരുന്നു. ഉസേ ദോ ചാർ ചോക്ലേറ്റ് കെ ബീച്ച് ദോ ചാർ മഖിയോം രഖ്കർ ഗാന പസന്ത് ഥാ. അതിന് 2-4 ചോക്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ അതുപോലെ ഈച്ചകളെ വെച്ച് കഴിക്കാനാണ് ഇഷ്ടം. വഹ് ഇസേ മഖി സാൻഡ്വിച്ച് കഹതാ ഥാ. അപ്പോൾ അതെന്താ പറയുന്നത് തവള? ഇത് മഖി സാൻഡ്വിച്ചാണ്, ഈച്ച സാൻഡ്വിച്ചാണ് എന്നാണ് പറയുന്നത്. ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല്, മഖിയം എന്ന് വെച്ചാൽ ഈച്ചകൾ. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻസൊക്കെ നോക്കാം. ആദ്യത്തേത് മേഡക് കഹാ രഹതാ ഥാ. ഈ തവള എവിടെയാണ് താമസിച്ചിരുന്നത്? എവിടെയാണ്? താലാബ് മേം. ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമുക്കതിൽ കാണാം, താലാബ് മേം കുളത്തിലാണ്. മേഡക് കെ ദാന്ത് കൈസേ രഹതേ ഥേ. അതിൻ്റെ പല്ല് എങ്ങനെയുള്ളതായിരുന്നു? ഗന്ദേ ഔർ കാലേ അല്ലേ? പാരഗ്രാഫിൽ അങ്ങനെയല്ലേ, ഗന്ദേ ഔർ കാലേ, വൃത്തിയില്ലാത്തതും പിന്നെ കാലേ കറുത്ത നിറമുള്ളതുമായിരുന്നു. മേഡക്കോ ക്യാ പസന്ത് ഥാ. തവളയ്ക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത്? മഖി സാൻഡ്വിച്ച്, ഈച്ച സാൻഡ്വിച്ചാണ്. മേഡക് ചോക്ലേറ്റ് കെ ബീച്ച് ക്യാ രഖ്കർ ഖാതാ ഥാ. ചോക്ലേറ്റിൻ്റെ ഇടയിൽ എന്ത് വെച്ച് കഴിക്കാനാണ് അതിന് ഇഷ്ടമായിരുന്നത്? എന്ത് വെച്ചാണ് അത് കഴിച്ചിരുന്നത്? മഖിയാം, ഈച്ചകളെയാണ് ചോക്ലേറ്റിൻ്റെ ഇടയിൽ വെച്ച് കഴിച്ചിരുന്നത്. സഹി പ്രസ്താവ് ചുൻകർ ലിയെ. താഴെ 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഇതിലേതാണ് കറക്റ്റ്? മേഡക് കരേല ഖാതാ ഥാ. മേഡക് കരേല എന്ന് വെച്ചാൽ ബിറ്റർ ഗാർഡ്, പാവയ്ക്കാണ് കഴിച്ചിരുന്നത്. മേഡക് ചോക്ലേറ്റ് ഖാതാ ഥാ. മേഡക് ചോക്ലേറ്റ് കഴിച്ചിരുന്നു, തവള ചോക്ലേറ്റാണ് കഴിച്ചിരുന്നത്. മേഡക് ഐസ്ക്രീം ഖാതാ ഥാ. തവള ഐസ്ക്രീമാണ് കഴിച്ചിരുന്നത്. മേഡക് സേബ് ഖാതാ ഥാ. മേഡക് സേബ് എന്ന് വെച്ചാൽ എന്താണ്? ആപ്പിളാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ്? മേഡക് ചോക്ലേറ്റ് ഖാതാ ഥാ. ചോക്ലേറ്റാണ് തവള കഴിച്ചിരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തത് ഗതിവിധി 2 നോക്കാം. എന്താണ് അതിൽ? ജമീ കോ ജാദു ആത്താ ഹെ. ജമീ എന്ന് വെച്ചാൽ എന്താണ്? ലാൻഡ്, സ്ഥലം എന്നൊക്കെയുള്ള അർത്ഥമാണ്. സ്ഥലത്ത് എന്തുണ്ട്? ജാദു ആത്താ ഹെ, മാജിക്കാണ് വരുന്നത് സ്ഥലത്ത് നിന്നും. എന്താണ്? കവിതയ്ക്ക് യെ പങ്ക്തിയും പഠേ ഔർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. താഴെ ഒരു കവിത തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ എഴുതണം. യേ മേരെ ബാഗ് കി മിട്ടി കോ കുച്ച് തോ ഹേ. എൻ്റെ ബാഗ് എന്ന് വെച്ചാൽ ഗാർഡനിലെ മിട്ടി, മണ്ണിൽ കുച്ച് തോ ഹേ, എന്തോ ഉണ്ട്. എൻ്റെ പൂന്തോട്ടത്തിലെ മണ്ണിൽ എന്തോ സ്പെഷ്യൽ ഉണ്ട്. എന്താണ്? യേ ജാദുയി ജമീ ഹേ ക്യാ. ഇത് മാജിക്കുള്ള ഒരു സ്ഥലമാണോ? ഈ മണ്ണിന് എന്തെങ്കിലും മാജിക് ഉണ്ടോ? ജാദുയി എന്ന് വെച്ചാൽ മാജിക്ക്. ജമീ കോ ജാദു ആത്താ ഹേ. ഈ ലാൻഡിന് എന്തോ മാജിക്കൊക്കെ അറിയാം. അഗർ അമരൂദ് ബീജു മേ തോ യേ അമരൂദ് ദേത്തേ ഹേ. അമരൂദ് എന്ന് വെച്ചാൽ പൊമിഗ്രാനറ്റിൻ്റെ ബീജ് സീഡ് ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടുന്നു? പൊമിഗ്രാനറ്റിൻ്റെ ഒരു കുഞ്ഞ് ചെടി വളർന്നു വരുന്നു അല്ലേ? അഗർ ജാമുൻ കി ഗുഡ്ലി ഡാലു തോ ജാമുൻ ദേത്തേ ഹേ. ജാമുൻ്റെ വിത്തിട്ടാൽ നമുക്ക് ജാമുൻ, അതൊരു പ്ലം പോലത്തെ ഒരു ഇതാണ്, ആ ചെടിയാണ് വരുന്നത്. കരേല തോ കരേല ബിറ്റർ ഗാർഡ്. കരേല എന്ന് വെച്ചാൽ ബിറ്റർ ഗാർഡ് എന്ന് വെച്ചാൽ എന്താണ്? പാവയ്ക്കയുടെ വിത്തിട്ടാൽ പാവയ്ക്കയാണ് വരുന്നത്. പാവയ്ക്കയുടെ ചെടിയാണ്, പാവലാണ് വരുന്നത്. നീമ്പു തോ നീമ്പു മീൻസ് ലെമണിൻ്റെ വിത്തിട്ടാൽ നമുക്ക് ഒരു ലെമണിൻ്റെ ചെടിയാണ് അവിടെ പൊടിച്ച് വരുന്നത്.
അപ്പോൾ ഇതെന്തോ ഒരു മാജിക് ഉണ്ട് ഈ മണ്ണിന് എന്നാണ് ഇവിടെ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ചോദ്യം എന്താണ്? कवितांश में ഭൂമി के लिए किस शब्द का प्रयोग हुआ है? ഈ കവിതയിൽ ഭൂമി എന്ന് പറയുന്നതിന് പകരം ഏത് വേർഡാണ് പറഞ്ഞിരിക്കുന്നത്? ജമീ. ജമീ മീൻസ് ലാൻഡ്, എർത്ത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അടുത്തത് നിമ്നലിഖിത് ആശയവാലി പങ്ക്തി ചുൻകർ ലിഖേ. താഴെ ഒരു വരി തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതേ അർത്ഥം വരുന്ന അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വരി മുകളിൽ പോയത്തിൽ നിന്നും കവിതയിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് വരി? അമരൂദ് കെ ബീജ് ബോനെ സെ അമരൂദ് മിൽത്താ ഹേ. പൊമിഗ്രാനറ്റിൻ്റെ സീഡ് ഇട്ടാൽ പൊമിഗ്രാനറ്റിൻ്റെ കുഞ്ഞു ചെടിയാണ് വളരുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു ലൈൻ ഏതാണ്? അഗർ അമരൂദ് ബീജു മേ തോ യെ അമരൂദ് ദേത്തി ഹേ. അത് ആ പോയത്തിൻ്റെ വരിയിൽ തന്നെയുണ്ട്. അതാണ് ആൻസർ. അടുത്തത് കവിതാംശിക ആശയ് ലിഖേ. ഈ കവിതയെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ യഹാം കവിതാംശ് ഏക് വ്യക്തി കെ ഖുഷി കോ വ്യക്ത് കർത്താ ഹെ. ഇതിൽ ഒരു ആളിൻ്റെ അതിശയകരമായ ഒരു കാര്യം, ഒരാൾ അതിശയിക്കുന്നതും സന്തോഷിക്കുന്നതുമായ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഉസേ ലഗ്താ ഹെ കി. അയാൾക്ക് തോന്നുന്നത് ഇസ് മിട്ടി മേ കുച്ച് ഖാസ് ഹെ. അയാൾക്ക് തോന്നുന്നത് എന്താണ്? ഈ മിട്ടി മീൻസ് മണ്ണ്. ഈ മണ്ണിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഖാസ് എന്ന് വെച്ചാൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. വ്യക്തിക്കോ ലഗ്താ ഹെ കി. അയാൾക്ക് തോന്നുന്നു മിട്ടി മേ സച്മുച്ച് കോയി ജാദു ഹെ. ഇതിൽ സത്യമായിട്ട് എന്തോ ഒരു മാജിക്ക് ഈ മണ്ണിനും ഉണ്ട്. ഇസ് കവിതാംശ മേം മിട്ടി കി വിവിധത കോ ദർശാത്തി ഹെ. ഈ കവിതാംശത്തിൽ നമ്മുടെ മണ്ണിൻ്റെ പല അതായത് വിവിധത വെച്ചാൽ എന്താണ്? നമുക്കൊരു വിത്തിട്ടാൽ അത് പൊടിച്ച് ചെടിയൊക്കെ ആവുന്നില്ലേ? ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. വ്യക്തിനെ ജോബി ബീജ് ബോയ. അയാൾ എന്ത് വിത്തിടുന്നോ ഉസെ വൈസാഹി ഫൽമില്ല. അത് തന്നെ അതിൻ്റെ ചെടിയും അതിൽ നിന്ന് അതിൻ്റെ ഫലങ്ങളുമാണ് കിട്ടുന്നത്. യഹ് മിട്ടിക്ക് അസാധാരണ ഉപജാവു ക്ഷമതാക്കോ ദർശാത്തെ ഹെ. മണ്ണിൻ്റെ എന്താണ് അസാധാരണ ഉപജാവു ക്ഷമത. എന്ത് വിത്തിട്ടാലും അത് പൊടിച്ച് ചെടിയാകുന്ന ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു മാജിക്, അതിനെക്കുറിച്ചാണ് ഈ കവിതാംശത്തിൽ പറയുന്നത്. അടുത്തത് ഗതിവിധി 3. മാർച്ച് ലേഖ യഹ് അംശ് പഠേ ഔർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. മാർച്ച് എന്ന് പറയുന്ന ഒരു ലേഖനത്തിൻ്റെ ഒരു ചെറിയ അംശം അവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ ലേഖനത്തിൻ്റെ ഒരു പാരഗ്രാഫ്? മാർച്ച് കെ ദിനോം ഹാത്തോമേ കിതാബേം ഔർ ആംഖോമേ നീന്ത് രഹാ കർത്തി തി. മാർച്ച് മാസങ്ങളിൽ കയ്യിൽ പുസ്തകവും കണ്ണുകളിൽ ഉറക്കവും ഉണ്ടായിരുന്നു. നമുക്കറിയാം മാർച്ച് മാസത്തിലാണല്ലോ ആനുവൽ എക്സാമൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും പഠിത്തമായിരിക്കും അല്ലേ? അപ്പോൾ പഠിക്കുകയും ചെയ്യും, അവർക്ക് ഉറക്കമായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദോ പന്നേ പലട്നെ ഹി. 2 പേജ്. ദോ പന്നെ എന്ന് വെച്ചാൽ 2 പേജ് പഠിക്കുന്നതും മറിക്കുക എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം 2 പേജ് മറിച്ച് പഠിക്കുന്നതും. നീന്ത് കെ ഹാത്ത്. നീന്ത് ഉറക്കത്തിൻ്റെ ഹാത്ത് കൈകൾ. ആകർ ആങ്കോം പർ പൽക്കേ ഖീഞ്ച് ജാത്തി ഹെ. ഉറക്കത്തിൻ്റെ കൈകൾ വന്ന് നമ്മുടെ കണ്ണിൻ്റെ പോളകളെ വലിച്ച് അടയ്ക്കുകയാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ഉറക്കം വരുന്നു. 2 പേജ് പഠിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഉറക്കം വരുന്നു. ഉറക്കത്തിൻ്റെ കൈകൾ വന്ന് കൺപോളകളെ വലിച്ച് അടയ്ക്കുകയാണ്. ഉസ് ദിനോം അക്സർ യേ സോച്തേക്ക്. അപ്പോൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഈ സമയങ്ങളിലെല്ലാം എന്താണ് ലേഖകൻ ഓർത്തിരുന്നത്? കാശ് ആഖേ ബന്ദ് കിയേ പഠായി ഹോ പാത്തി. ഒരു പക്ഷേ കണ്ണടച്ചിട്ട് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ ഉറങ്ങുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. അപ്പോൾ എഴുതിയ ആൾ അയാൾ കുട്ടിയായിരുന്നപ്പോൾ ഉള്ള പഠിച്ച കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? കണ്ണടച്ച് ഉറങ്ങി പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തബ് കിത്ന മസാത്ത്. അപ്പോൾ എന്ത് രസമായിരുന്നേനെ എന്നാണ് ആ പാരഗ്രാഫ്. അതിൽ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ കിസ്കെ ഹാത്താക്കർ ആങ്കോം പർ പൽക്കേ ഖീച്ച് ജാത്തെ. എന്തിൻ്റെ കൈകൾ വന്നാണ്
കണ്ണുകളിലെ പോളകളെ വലിച്ചടയ്ക്കുന്നത്. എന്തിൻ്റെ കൈകളാണ്? നീന്ത് കെ ഹാത്ത്, ഉറക്കത്തിൻ്റെ കൈകൾ. നീന്ത് എന്ന് വെച്ചാൽ സ്ലീപ്പ് അല്ലേ. അടുത്ത ചോദ്യം, സൂചനയോ കെ സഹായത സെ, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ സഹായത്താൽ മാർച്ച് ലേഖ് കാ പരിചയ് ദേത്തെ ഹുവേ അപ്നെ മിത്ര കോ പത്ര ലിഖേ. അവിടെ കണ്ടില്ലേ പത്ര, നല്ല ബ്ലാക്ക് കളറിൽ എഴുതിയിരിക്കുന്നത് പത്ര. പത്ര മീൻസ് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ താഴെ തന്നിരിക്കുന്ന വരികളും കൂടി ഉൾപ്പെടുത്തി ഒരു ഫ്രണ്ടിനൊരു ലെറ്റർ എഴുതാൻ. എന്തൊക്കെ പോയിൻ്റാണ് തന്നിട്ടുള്ളത്? ഹാത്തോമേം കിതാബ് ഔർ ആംഖോമേ നീന്ത്, കയ്യിൽ പുസ്തകവും കണ്ണുകളിൽ ഉറക്കവും. പരീക്ഷാ സമയ്, പരീക്ഷയുടെ സമയമാണ് മാർച്ച് മാസം അല്ലേ. ഘർ മേം ഖുസ്തി നീം കി ടെഹ്നിയാം, വീട്ടിനുള്ളിൽ കയറി എത്തി നോക്കുന്ന എന്താണ്? നീം. നീം എന്ന് വെച്ചാൽ വേപ്പ് മരത്തിൻ്റെ ടെഹ്നിയാം, കൊമ്പുകൾ. കിതാബ് പർ ഗിർത്തി പീലി പത്തി, അതിൻ്റെ ഇലകളെല്ലാം വാടി മഞ്ഞ കളറിലായി. അതാണ് പീലി എന്ന് വെച്ചാൽ യെല്ലോ എന്നാണ് അർത്ഥം. യെല്ലോ കളറിലുള്ള പത്തി, ഇലകൾ കൊഴിഞ്ഞ് എവിടെ വീഴുന്നു? പഠിക്കുന്ന ബുക്കിലൊക്കെ വീഴുന്നു. അപ്പോൾ ഈ 4 പോയിൻറ്റും അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അങ്ങനെ ഒരു ലെറ്റർ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ലെറ്റർ എങ്ങനെയാണ്. പ്രിയ മിത്ര, അത് മിത്ര നാം എഴുതണം, പിന്നെ തീയതി, ഡേറ്റ് എഴുതണം. സ്നേഹഭര നമസ്കാർ, സ്നേഹത്തോടെ നമസ്കാരം. കൈസേ ഹോ, തും കൈസേ ഹോ, നീ എങ്ങനെയാണ്? ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്നു. മേ യഹാ ടിഖു, എനിക്കിവിടെ സുഖമാണ്. मैं तुम्हें मार्च लेख के बारे में लिखने के लिए यह पत्र लिख रहा हूँ. മാർച്ച് എന്ന് പറയുന്ന ഒരു ലേഖനത്തിനെ കുറിച്ച് എഴുതാനാണ് ഞാൻ ഈ ലെറ്റർ നിനക്ക് എഴുതുന്നത്. മുझे लगता है कि, എനിക്ക് തോന്നുന്നത്, തുമേ യഹ് ലേഖ് ബഹുത് പസന്ത് ആയേഗ, നിനക്കും ഈ ലേഖനം വളരെ ഇഷ്ടപ്പെടും. യഹ് ലേഖ് ഹമാരെ പരീക്ഷാ കെ ദിനോ കി തസ്വീർ പ്രസ്തുത് കർത്താ ഹേ, ഈ ലേഖനം നമ്മുടെ പരീക്ഷാ സമയത്തെക്കുറിച്ചുള്ള തസ്വീർ എന്ന് വെച്ചാൽ എന്താണ്? പിക്ചറാണ് കാണിച്ചു തരുന്നത്. യഹ് വഹ് സമയ് ഹേ ജബ് ഹമാരെ ഹാത്തോ മേം കിതാബേം ഹോത്തി ഹേ ഔർ ആംഖോ മേം നീന്ത്, ഇത് ഏത് സമയമാണ്? ഈ മാർച്ച് സമയം. മാർച്ച് സമയത്തിൽ നമ്മുടെ എല്ലാ കൈകളിലും ബുക്ക് കാണും. എക്സാം സമയമാണ്, അപ്പോൾ കൈകളിൽ ബുക്ക് കാണും. പിന്നെ കൂടെ എന്താണ്? കണ്ണുകളിൽ ഉറക്കവും കാണും. മോസം ബി ബദൽ രഹാ ഹോതാ ഹെ, അവിടെ മോസം എന്ന് വെച്ചാൽ എന്താണ്? ക്ലൈമറ്റും നല്ലവണ്ണം മാറുകയാണ് ആ സമയത്ത്. നീം കി പേട് കി ടഹനിയാം, നീം കെ പേട് കി ടഹനിയാം, വേപ്പ് മരത്തിൻ്റെ ടെഹനിയാം, കൊമ്പുകൾ. ചൂംതി ഹേ और किताबों पर पीली പത്തിയാം ഗിർത്തി രഹത്തി ഹെ, അതിൻ്റെ കൊമ്പുകൾ വീടിനുള്ളിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്ന പോലെ ചൂംതി ഹെ. അവർ പിന്നെ എന്താണ്? അതിൻ്റെ ഇലകൾ, അതായത് വാടിയ ഇലകൾ, അതിങ്ങനെ കൊഴിഞ്ഞ് മഞ്ഞ കളറിലെ ഇലകൾ കൊഴിഞ്ഞ് ബുക്കിലൊക്കെ വീഴുകയാണ്. ഇസ് ദൃശ്യ പ്രകൃതി കെ ബദൽത്തെ രംഗോ को भी हमारे जीवन से जोड़ता है, ഇതിൽ പ്രകൃതിയുടെ മാറുന്ന അതൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കാണിക്കുകയാണ്. മുझे यह लेख बहुत पसंद आया, എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ ലേഖനം. तुम्हें भी इसे പഠനേ മേ ആനന്ദ് ആയേഗ, നിനക്കും ഇത് വായിക്കുമ്പോൾ ഇഷ്ടപ്പെടും. പത്ര കാ ഉത്തർ അവശ്യ ദേന, മറുപടി അയക്കണം. തുമാര മിത്ര, നാം എഴുതണം, അവിടെ പേര്. ഇതാണ് ലെറ്റർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ബാക്കി ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.